ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പ്രിങ്ങിൻ്റെ എൻവയോൺമെൻറ്റൽ സെറ്റപ്പിനെ കുറിച്ചാണ്. അപ്പോൾ സ്പ്രിങ് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് ഒരു സ്പ്രിങ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇതെന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്കിന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ജാവയാണ്. നമുക്കൊരു ജാവ JDK, അതായത് JDK ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ജാവ സെറ്റപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ വേണ്ടത് സ്പ്രിങ് ലൈബ്രറീസ് ഉണ്ട്. സ്പ്രിങ്ങിൻ്റെ കുറച്ച് ലൈബ്രറീസ് ഉണ്ട്, അത് നമുക്ക് സ്പ്രിങ് സൈറ്റിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ AOP അപ്പാച്ചെ കോമൺ ലൈബ്രറീസ്, ലോഗിങ് ലൈബ്രറീസ് വേണം. സോ ഇതാണ് മൂന്നാമത്തേത്. പിന്നെ നാലാമത്തേത് വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു IDE വേണം, ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് വേണം. അതൊരു എക്ലിപ്സ് പോലുള്ള ഏതെങ്കിലും ഒരു ID വേണം. ഈ 4 കാര്യങ്ങളാണ് വേണ്ടത്. നമുക്കത് വീഡിയോയിലോട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്കുള്ളത് നോക്കാം. ആദ്യം നമുക്ക് അപ്പാച്ചെ കോമൺസ് ലോഗിങ് ലൈബ്രറീസ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. നമുക്കതിനാദ്യമായിട്ട് ഒരു ബ്രൗസറിൽ പോയിട്ട് കോമൺസ് അപ്പാച്ചെ ORG ഈ സൈറ്റിൽ പോവുക. എന്നിട്ട് ആ സൈറ്റിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം കോമൺസ് ലോഗിങ് 1.2 bin.zip എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. അത് ആ സിപ്പ് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡായിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്തൊരു ഫോൾഡറിലോട്ടാക്കുക. ഇപ്പോൾ നമ്മൾ ആ ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ലൈബ്രറീസ് ഫയൽസ് കാണാം. 2 ലൈബ്രറീസ് കാണാം. അത് അപ്പാച്ചെ കോമൺ ലോഗിങ് ലൈബ്രറീസ് ആണ്. കോമൺ ലോഗിങ് 1.2 ആൻഡ് കോമൺ ലോഗിങ് 1.2 ജാവ. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ സ്പ്രിങ്ങിൻ്റെ സൈറ്റിൽ പോവുക. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സ്പ്രിങ് ഫ്രെയിംവർക്ക് org.spring ഫ്രെയിംവർക്ക് സൈറ്റിൽ പോവുക. അതിലിപ്പോൾ ഓരോ സ്പ്രിങ് വെർഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ നമുക്ക് കാണാം. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമുക്ക് ഇവിടെ dist.zip എന്ന് പറഞ്ഞ ഫസ്റ്റ് ലിങ്ക് കാണാം. 5.2.9 റിലീസ് dist.zip. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സ്പ്രിങ് ലൈബ്രറീസ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ആവും. ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അത് ഇതിപ്പോൾ നമുക്ക് ആ ഫോൾഡറിൽ പോയി നോക്കി അറിയാം, അത് ഡൗൺലോഡ് ആകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്കത് ഡൗൺലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അടുത്തത് വേണ്ടതാണ് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ജാവ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ജാവ ഇൻസ്റ്റാളേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ നിന്ന് പോവുക. അതിൽ ജാവ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ജാവ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ അതിലെ എൻവയോൺമെൻറ്റൽ വേരിയബിളെല്ലാം സെറ്റ് ചെയ്യണം. ജാവ ഹോം, അതുപോലെ തന്നെ ക്ലാസ് പാത്ത് എല്ലാം സെറ്റ് ചെയ്യണം. അതെല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ ജാവ ട്യൂട്ടോറിയൽ, ഈ വീഡിയോയുടെ ലിങ്ക് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ ഇത് വീഡിയോ ഒന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മതിയാകും, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി അടുത്തതായിട്ടുള്ള ഇതാണ് നമുക്കൊരു നമുക്ക് നോക്കാം. നമ്മൾ സ്പ്രിങ് ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ കൊടുത്തിരുന്നു. ഇപ്പോൾ അത് ഫോൾഡറിൽ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മളൊരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ കൊടുക്കുന്നത്. ഡൗൺലോഡ് ആകാനായിരുന്നു ഇത്ര നേരം കുറച്ച് സമയമെടുത്തത്. ഇപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്ത ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കതിലും കുറേ സ്പ്രിങ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറീസ് എല്ലാം കാണാം. ഫ്രെയിംവർക്ക് റിലീസ് നമ്മൾ ലിബ് ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പ്രിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജാർ ഫയലും അതായത് ലൈബ്രറീസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പാച്ചെ ലൈബ്രറി എടുത്തു, സ്പ്രിങ് എടുത്തു, അതുപോലെ തന്നെ ജാവ ഇൻസ്റ്റാളേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ് സെറ്റപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തുള്ളതാണ് നമുക്ക് ഏതെങ്കിലും ഒരു IDE വേണം. ഇപ്പം നമ്മളിപ്പോൾ എക്ലിപ്സ് IDE അല്ലെങ്കിൽ ഏതെങ്കിലും IDE എടുക്കാം. ഇപ്പോൾ നമ്മൾ എക്ലിപ്സ് IDEയുടെ സൈറ്റിൽ നമ്മൾ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എക്ലിപ്സ് വേണമെന്നില്ല, ഏതെങ്കിലും ഒരു IDE മതി, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് മതി. അപ്പോൾ അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ അത് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ എൻവയോൺമെൻറ്റൽ സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ ഞാനൊരു IDE ഓപ്പൺ ചെയ്തിട്ടുണ്ട്. IDE ഓപ്പൺ ചെയ്തിട്ട് ആദ്യമായിട്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റപ്പ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനതിന് സ്പ്രിങ് ഫസ്റ്റ് എന്ന ഒരു പേരും കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിനെ സ്പ്രിംഗ്, ഇപ്പോൾ ഇത് വെറും ഒരു ജാവ പ്രൊജക്റ്റ് മാത്രമാണല്ലോ. ഇപ്പോൾ അതിനെ സ്പ്രിംഗ് എനേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ബിൽഡ് പാത്തിൽ സ്പ്രിങ്ങിൻ്റെ ലൈബ്രറീസും അതുപോലെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന അപ്പാച്ചെ കോമൺ ലൈബ്രറീസും ഈ രണ്ട് ഇതും നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ബിൽഡ് പാത്ത് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. ആ ബിൽഡ് പാത്തിൽ പോയി കോൺഫിഗർ ബിൽഡ് പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ ലൈബ്രറീസ് എന്ന് പറഞ്ഞ ടാബിൽ പോയി ആഡ് എക്സ്റ്റേണൽ ജാർസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ജാർ ഫയലുകളുണ്ടല്ലോ, അപ്പാച്ചെ കോമൺസിൻ്റെയും കോമൺ ലോഗിങ് അത് സ്പ്രിംഗ് ഫോൾഡർ നമ്മൾ ചൂസ് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ലിബ് എന്ന് പറഞ്ഞ് കാണാം. ഇതാണ് സ്പ്രിങ്ങിൻ്റെ ഓരോ ലൈബ്രറീസും. ആ ലൈബ്രറീസ് എല്ലാം നമ്മൾ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ആഡ് എക്സ്റ്റേണൽ ജാർസ് എന്ന് കൊടുക്കുക. നമ്മൾ അപ്പാച്ചെ കോമൺ ലൈബ്രറീസ് 2 ആഡ് ചെയ്യണമല്ലോ. കോമൺ ലൈബ്രറീസ് ഓപ്പൺ ചെയ്തു. അതിലെ 2 കോമൺസ് ലോഗിങ് 1.2 1.2 ജാവ ഡോക്ക്, ഈ 2 ലൈബ്രറിയും കൂടെ ജാർ ഫയലും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അപ്ലൈ കൊടുക്കുക. അപ്ലൈ ആൻഡ് ക്ലോസ് കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാം, ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജാവ പ്രൊജക്റ്റിൽ നമ്മൾ സ്പ്രിങ്ങിൻ്റെ ഡിപ്പെൻഡൻസീസ്, അപ്പാച്ചെ കോമൺ ഡിപ്പെൻഡൻസീസ് എല്ലാം ആഡ് ചെയ്തു. ഇപ്പോൾ ഇതൊരു സ്പ്രിംഗ് കേപ്പബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇങ്ങനെയാണ് നമ്മളൊരു ആപ്ലിക്കേഷനെ, ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ റെഡിയാണ്, സ്പ്രിങ്ങിൽ കോഡ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. സോ ഇങ്ങനെയാണ് സ്പ്രിങ്ങിൻ്റെ എൻവയോൺമെൻറ്റൽ സെറ്റപ്പും ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ റെഡിയായി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ്, ടെക്നോളജി വീഡിയോസ് എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.